ജീവിതത്തിൽ പ്രതിസന്ധികളും വിഷമങ്ങളും ഏത് ചുറ്റുപാടുകളിലേക്ക് സഞ്ചരിച്ചാലും പ്രയാസമാണ് ഉസ്താദേ, ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, മക്കൾക്ക് രോഗമാണ്, ഭർത്താവിന് രോഗമാണ്, എന്തൊക്കെ ചെയ്താലും ബർക്കത്തില്ല, വിഷമമാണ്. ഓരോ ദിവസവും തള്ളി നീക്കുന്നത് വിഷമത്തിലൂടെ, വേദനയിലൂടെയാണ്. എൻ്റെ ഉമ്മമാർക്ക് ഈ വിഷമമില്ലേ? എൻ്റെ സഹോദരങ്ങൾക്ക് ഈ വിഷമമില്ലേ? ഇതേ വിഷമം തന്നെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് പ്രവാചകൻ മുത്ത് റസൂലുള്ളാഹിന്റെ ഒരു സഹാബി ആവലാതി പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തു. ഈ മരുന്ന് അങ്ങോട്ട് കഴിച്ചപ്പോൾ ജീവിതത്തിന്റെ വിഷമങ്ങൾ, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, വേദനകളൊക്കെ പടച്ച് തമ്പുരാൻ മാറ്റിക്കൊടുത്തു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ മാറാൻ കൊടുത്ത ആ മരുന്ന് നമുക്ക് കൂടി മുത്ത് റസൂലുള്ളാഹിൽ നിന്ന് സ്വീകരിച്ചിട്ട് നമുക്കും ആ മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ വിഷമങ്ങൾ മാറ്റാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരങ്ങളെ, നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമകാലിക ചുറ്റുപാടുകൾ നാം എടുത്തു നോക്കിയാൽ ജഗന്നിയന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നാം ഒന്ന് നോക്കിയാൽ തന്നെ അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ഏറ്റവും മഹത്തരമായ ദിക്ർ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. 1,00,000 വരുന്ന പ്രവാചകന്മാർ പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ ആ ദിക്റാണ് ഏറ്റവും വലിയ ദിക്ർ. വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ഏറ്റവും വലിയ ദുആ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അൽഹംദുലില്ലയാണ്, അല്ലാഹുവിനെ സ്തുതിക്കലാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നാം എടുത്തു കഴിഞ്ഞാൽ ഈ അൽഹംദുലില്ലയ്ക്ക് നാം എത്രത്തോളം മഹത്വം കൊടുക്കുന്നുണ്ട്? നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഉമ്മമാര്, സഹോദരങ്ങളൊക്കെ ചിന്തിക്കുക. അൽഹംദുലില്ല നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റും, നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങൾ അല്ലാഹു മാറ്റും. നമ്മൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു വർധനവ് നൽകും. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ 14ാമത്തെ സൂറത്താണ് സൂറത്ത് ഇബ്രാഹിം. ആ സൂറത്ത് ഇബ്രാഹിമിലെ 7ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ എനിക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ ലഅസീദന്നകും, ആ അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകും. ഇനി നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, അല്ലാഹു പറയുന്നു എന്റെ ശിക്ഷ കഠിനമാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറയുന്നു അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി രേഖപ്പെടുത്തുക. നന്ദി രേഖപ്പെടുത്തുന്നതിൽ നമുക്ക് കഴിയുന്ന ഏറ്റവും മഹത്തരമായ നന്ദിയുടെ വാക്യമാണ് അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നമുക്ക് നൽകിയ ആഫിയത്തിന്, നമുക്ക് നൽകിയ സമ്പത്തിന് നാം മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അനുഗ്രഹം അല്ലാഹു വർദ്ധിപ്പിച്ചു നൽകും. മഹാനായ ഇമാമിന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മഹത്തരമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തുന്നു, ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയാൽ അതിന് പകരമായി അല്ലാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇതെങ്ങനെയാണ് നാം നന്ദി രേഖപ്പെടുത്തിയ അനുഗ്രഹം വർദ്ധിക്കുക? മഹാനവറുകൾ തന്നെ പറയുന്നുണ്ട്, അല്ലാഹു നമുക്ക് ഒരു അനുഗ്രഹം നൽകി, നമുക്ക് നല്ലൊരു വാഹനം നൽകി, അല്ലെങ്കിൽ നല്ലൊരു ഭവനം നൽകി, നമ്മുടെ ഭർത്താവിന് നല്ല ഒരു ജോലി നൽകി, നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് നൽകി. നമ്മുടെ സ്വന്തം അനുഗ്രഹങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കുക. ഇന്നെന്റെ ഈ മനോഹരമായ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരങ്ങള്, നമ്മുടെ സ്വന്തം അനുഗ്രഹത്തിലേക്ക് നോക്കുക. അപ്പൊ ഈ അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയപ്പോ നാം മനസ്സറിഞ്ഞിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. നാം എത്ര പേര് ഇന്ന് വരെ അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്? നാം എന്താ പറയുക? നമ്മുടെ കഴിവ് കൊണ്ടാണ്, ഞാൻ അധ്വാനിച്ചിട്ടാണ്, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടാണ് കിട്ടിയതല്ല. അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ഇമാമിന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു, അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന വാക്യത്തിന്റെ വലിപ്പം വളരെ വലുതാണ്. കാരണം അല്ലാഹു നമുക്കൊരു അനുഗ്രഹം നൽകി, നമുക്ക് നല്ല ഒരു വീട് നൽകി
എന്ന് വെക്കുക. അപ്പൊ നാം ആ വീട് നോക്കിയിട്ട് അൽഹംദുലില്ലാ പടച്ചവനെ, നിന്റെ കരുണ, നിന്റെ പവറാണല്ലോ അല്ലാഹ്, നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹത്തിനെ വെച്ച് നോക്കുമ്പോൾ ഈ അൽഹംദുലില്ലയ്ക്ക് വലിപ്പം കൂടുതലാണ്. അതിലൂടെ അള്ളാഹുവിനെ നമ്മൾ പ്രീതിപ്പെടുത്തുന്നു. അങ്ങനെ പ്രീതിപ്പെടുത്തുമ്പോൾ ആ അനുഗ്രഹത്തിൽ അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകും. അങ്ങനെ ബർക്കത്ത് ലഭിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അള്ളാഹു മെല്ലെ മെല്ലെ മാറ്റും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകിയിട്ട് സമ്പത്തിൽ വർധനവ് നൽകും. അപ്പൊ ഇതാണ് അൽഹംദുലില്ലയുടെ പവർ. ഈ അൽഹംദുലില്ലയുടെ പവർ നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റും, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറ്റും. ഒരിക്കൽ മഹാനായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ ഒരു പ്രിയപ്പെട്ട സ്വഹാബി മദീന പള്ളിക്ക് ഉള്ളിലിരുന്നു കൊണ്ട് വിതുമ്പി കരയുന്നു. നമസ്കാരത്തിന്റെ സമയമല്ല, ഇബാദത്തിന്റെ സമയമല്ല, പക്ഷേ ആ സമയത്ത് പരിശുദ്ധമായ മസ്ജിദിന്റെ അകത്തിരുന്നിട്ട് തേങ്ങി തേങ്ങി കരയുന്ന ആ സ്വഹാബിയെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂ ഉമാമ എന്ന സ്വഹാബിയാണ് കരയുന്നത്, നീ എന്തിനാണ് കരയുന്നത്, നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ സ്വഹാബിയോട് ചോദിച്ചു. നാം പഠിക്കുക, നമുക്ക് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നാം നന്ദി രേഖപ്പെടുത്തിയിട്ട് ആ അനുഗ്രഹങ്ങൾ മാറും. അതോടൊപ്പം തന്നെ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഈ ജീവിതത്തിന്റെ മനോഹരമായ ഈ ചരിത്രത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഈ അമല് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി നൽകും. അപ്പൊ ഈ അബൂ ഉമാമ എന്ന സ്വഹാബിയോട് മുത്തു റസൂലുള്ളാഹി, എന്തിനാണ് നീ വിഷമിച്ചിരിക്കുന്നത്, നമസ്കാരത്തിന്റെ ടൈമല്ലല്ലോ, ഇബാദത്തിന്റെ ടൈമല്ലല്ലോ. അപ്പൊ ഈ സ്വഹാബി പറഞ്ഞു, നബിയെ, ജീവിതത്തിലെ വിഷമമാണ്, ജീവിതത്തിലെ പ്രയാസമാണ്, കടമാണ്, ദുഃഖമാണ്, വേദനയാണ് നബിയെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്കുള്ള അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കുള്ള അതേ വിഷമം, പ്രയാസം, ദുഃഖം, കടം, എത്ര ജോലി, എന്തൊക്കെ ജോലി, വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ടും ഒന്നും ശരിയാകുന്നില്ല, ദുഃഖമാണ്. ഇതേ വിഷമം തന്നെ മുത്തു റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അബൂ ഉമാമ എന്ന സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, ഞാൻ നിനക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ച് നൽകാം. നീ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ വിഷമങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ പ്രയാസങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് മാറ്റി നൽകുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഇന്നു മുതൽ ഈ പ്രാർത്ഥന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. എന്തു മനോഹരമായ പ്രാർത്ഥന! ഒരുപക്ഷെ നമ്മൾ അറിയുന്നവർ കാണാം, അറിയുന്നവർ ഒന്നുകൂടി ശക്തിയായി ചൊല്ലുക, അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സോടുകൂടി അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ കടങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ അള്ളാഹു മാറ്റി നൽകും. ഈ ദുആ ചൊല്ലിയതിന് ശേഷം ഈ അബൂ ഉമാമ എന്ന സ്വഹാബി തന്നെ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഈ പ്രാർത്ഥന അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി എൻ്റെ കടങ്ങൾ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി നൽകി. അതുകൊണ്ട് ഉമ്മമാരെ, അതുകൊണ്ട് സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നാമും ജീവിതത്തിൽ കൊണ്ടുവരിക മനോഹരമായ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ പ്രാർത്ഥന. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ പ്രാർത്ഥന ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതിലൂടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാൻ ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.